കഴിഞ്ഞ് പുതിയ യുഗത്തിലേക്ക് പോവാം. 2026 ലോകമാകെ മാറ്റത്തിൻ്റെ ഒരു കാറ്റ് വീശുന്ന സമയം. നമ്മുടെ നാട് എല്ലാത്തിനും നമ്മൾ മുമ്പിലാണ്. നേരത്തെ സംഘഗാനം പാടിയതുപോലെ കേരളം എന്നാൽ നമ്മളെല്ലാവരും ഒരുമിച്ച മാമലകൾക്കപ്പുറത്ത് മരതക പട്ടുടുത്തൊരു നാട്. 44 നദികളാണ്. ആ നദികളിൽ നിഷേധത്തോടെ ഒഴുകുന്ന 2 നദിയുണ്ട്, കബനി നദി ഉൾപ്പെടെ. ഇത്ര മനോഹരമായൊരു നാട്ടിൽ ജനിക്കാൻ കഴിഞ്ഞത് നമ്മുടെ ഒരു അപൂർവ ഭാഗ്യമല്ലേ? ആ ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മളെല്ലാവരും. അങ്ങനൊരു നാട്ടിൽ ഇതുപോലൊരു സംഘടന, സത്യത്തിൽ ഞാൻ ആലോചിക്കുകയാണ്, അവര് കോടതിയിൽ പോയി കേസ് ബാധിക്കുന്ന ഒരു പ്രമുഖ വക്കീലാണ് നമ്മുടെ ഇതിന്റെ ലോക അധ്യക്ഷ പദം. ഒരു വക്കീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കാണുന്നതാണ്, വക്കീൽ കേസ് കിട്ടിയാലേ വക്കീലുള്ളൂ. ഇപ്പൊ വക്കീലന്മാർക്ക് നല്ല കാശാണ്. ഒരു കേസിൽ ലോട്ടറി അടിച്ച പോലെ കാശ്. പിന്നെ ചിലര് കാശ് ഇഷ്ടം പോലെ കൊടുക്കും, ഒന്ന് എന്നെ രക്ഷപ്പെടുത്തി അവരെന്ന് പറയും. അങ്ങനെയുള്ള ഒരു വക്കീല് മുഴുവൻ സമയവും കേസിൽ തൻ്റെ എല്ലാം വിനിയോഗിക്കേണ്ട വക്കീല് ഇതുപോലൊരു കൾച്ചറൽ ആക്ടിവിറ്റീസിന് ഏറ്റവും പ്രധാനമായി തയ്യാറെടുക്കുമെന്ന് പറഞ്ഞാൽ അതും ഒരു അപൂർവ ഭാഗ്യമല്ലേ? അവരെ ഞാൻ അങ്ങനെ അഭിനന്ദിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഇതുപോലുള്ള ആളുകൾ വളരെ ചുരുക്കമാണ്. മാത്രമല്ല എല്ലാവരും അവരെ സുഹൃത്തുക്കളാണ്. അതാ വേറൊരു പ്രത്യേകത. ഈ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞവരെ ജാതി എന്താ അറിയില്ല, മതമെന്താ അറിയില്ല, സംസ്കാരം എന്താ അറിയില്ല, ഒന്നറിയാം, മനുഷ്യരാണ്. നാം എല്ലാം മനുഷ്യരാണ്. ആ മനുഷ്യരുടെ കൂട്ടായ്മ നന്മയുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. ആരൊക്കെയുണ്ട്? ക്രൈംബ്രാഞ്ച് പോലീസ് ഓഫീസർ വരെയുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കേസ് ഇവിടെ പിടിക്കാൻ പറ്റുന്ന ഒരാളാണ്. അതുപോലെയുള്ള ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്, സംഘടിപ്പിക്കുന്ന സംഘാടനം, അതൊരു അപൂർവതയാണ്.